ഹായ് ഫ്രണ്ട്സ്, അത്തം 6ാമത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നത് ഓലനും കാളനുമാണ്. ആദ്യം ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ളത് കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ അരക്കപ്പ്, തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് 1 കപ്പും 1ാം പാല് അരക്കപ്പും, മമ്പയർ അരക്കപ്പ്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും. ആദ്യം നമുക്കൊരു ചട്ടിയിൽ മമ്പയർ വേവിച്ചെടുക്കാം. അതിനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മമ്പയർ പകുതി വേവാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. കുമ്പളങ്ങയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് വെക്കാം. അരമണിക്കൂറിന് ശേഷമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഓലൻ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഓലൻ. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കാനുള്ളത് കാളനാണ്. കുറുക്ക് കാളനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ളത് ചേന, പച്ചക്കായ, തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, തൈര്, ജീരകം, കടുക്, ഉലുവ പൊടിച്ചതും ഉലുവ പൊടിക്കാത്തതും, കറിവേപ്പില, ചുവന്ന മുളക്, ഉപ്പ്, നെയ്യ്. ആദ്യം നമുക്ക് ചേനയും പച്ചക്കായയും വേവിക്കണം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചേനയും പച്ചക്കായയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങ, ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങ നല്ല പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. ചേനയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈരിൻ്റെ കട്ട പോകാനായിട്ട് ആദ്യം അതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം കറി തിളയ്ക്കാനായിട്ട് വെക്കണം. എന്നാലേ തൈരിൻ്റെ ആ പുളിയൊക്കെ മുറിച്ച കഷ്ണങ്ങളിൽ പിടിക്കുകയുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും ചേർക്കാം. ഇനി നമുക്കതൊന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കറി വറവിടാനായിട്ട് ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം.
കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉലുവയും ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളനും റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ സദ്യയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡിഷസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓലനും കാളനും. അപ്പോൾ ഈ സദ്യക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ നാളെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.